പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് യേശു തന്നെ കർത്താവെന്ന്, അത് പുത്രൻ തന്നെ പിതാവെന്നുള്ളത് നമ്മൾ നോക്കി. യേശു തന്നെ ക്രിസ്തുവെന്ന്, ആ കാര്യം, ഇത് യേശുവാണ് കർത്താവെന്ന് എല്ലാവരും പറയുന്നുണ്ട്. യേശുവാണ് ക്രിസ്തു എന്നും പറയുന്നു. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവൻ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞു. ഈ യേശു പുത്രൻ്റെ പേരാ. പുത്രനാണ് പരിശുദ്ധാത്മാവ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇത് വിശ്വസിക്കണം. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ആക്കുന്നത് ഒന്ന് എന്ന് വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന നാമമാണ് പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധ നാമം ക്രിസ്തു. അപ്പോൾ പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. അപ്പം പുത്രൻ അല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നവന് എതിർ ക്രിസ്തു. അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയത് 5-6 എപ്പിസോഡ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഒത്തിരി സംസാരിച്ചു. നമുക്കിനി അടുത്ത് സ്നാനം എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, നാമങ്ങളിൽ എന്നല്ല, യേശു മത്തായി 28:19 പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നാമങ്ങളിൽ എന്നല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളാണെന്ന് ലോകം പഠിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ ന്യായവിധി വരുന്നത് നിങ്ങളിത് 3 വ്യക്തികളെന്ന് പറഞ്ഞിട്ട് ഈ 3ഉം ചേർത്തത് കൊണ്ട് നാമത്തിൽ ആയില്ല, നാമങ്ങളിൽ അല്ലേ ആയുള്ളൂ. അപ്പോഴും കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചതായിട്ട് തന്നെ വരും. അപ്പം കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചത് അല്ലാതെ വരുന്നത് എപ്പോഴാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആ നാമം പിതാവിന് കർത്താവ്, പുത്രൻ യേശു, പരിശുദ്ധാത്മാവ് ക്രിസ്തു. ഈ നാമത്തിൽ ചെയ്യുമ്പോഴാണ് ദൈവം കണക്കിടുന്നത്. ഇല്ലെങ്കിൽ ഇടറിപ്പോയിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് 3 പേരാക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി ഞാൻ എടുക്കുകയാണ്. മത്തായി 28:19 വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38 പത്രോസ് അവരോടെന്നാണ്. വാസ്തവത്തിൽ പത്രോസ് അല്ല, പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പത്രോസ് ഇവിടെ ഇത് പറയണമെങ്കിൽ ഇത് യേശു പറഞ്ഞിരിക്കണം, പഴയ നിയമത്തിൽ പിതാവായിട്ടും പറഞ്ഞിരിക്കണം. അപ്പോൾ പഴയ നിയമത്തിലൊരു തിരുവെഴുത്തുണ്ടായിരിക്കണം, സുവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. അപ്പം ഇവിടെ മാനസാന്തരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഒരു നാമം പറഞ്ഞിരിക്കുന്നു. തൊട്ടു താഴെ അപ്പോസ്തല പ്രവൃത്തി 2:39 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം സ്നാനം ആരാണ് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ യേശുവിനോടുകൂടെ മരിക്കുകയും അവനാണ് അവൻ്റെ പാപ ശരീരത്തെ കൊണ്ട് കുഴിച്ചിടുക. അവനാണ് സ്നാനമേൽക്കാനുള്ളത്. അപ്പോൾ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായവർക്കും. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മളെ വിളിച്ചു വരുത്തുന്നത് എങ്കിൽ അവർ ആണ് സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യാൻ. ഇത് വിശ്വസിക്കാത്തവരായിരിക്കും 99%. അപ്പോഴേ പിന്നെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പം ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരല്ലേ? നിങ്ങൾ സ്നാനപ്പെട്ടു, പക്ഷേ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് പാപം മോചിച്ചിട്ടുമില്ല. ഇനി ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2:38 നമുക്ക് 3 കാര്യങ്ങൾ എടുക്കാം. ശ്രദ്ധിക്കണം, ഈ 3 കാര്യങ്ങളും യേശു പറഞ്ഞിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:38 38, 39 നമ്മൾ എടുക്കുന്നത്. 38 3 കാര്യം. 1 മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞു. 2 പാപങ്ങളുടെ മോചനത്തിന് എന്ന് പറഞ്ഞു. അടുത്ത് ഇത് 2നും ഒരു നാമം ഉപയോഗിച്ചു. അപ്പം മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നാമം. ഇത് പത്രോസ് സ്വയം പറഞ്ഞതാണ്, യേശു പറഞ്ഞതല്ല സ്നാനത്തിന് ഉപയോഗിച്ചതെങ്കിൽ ആ നാമം ഇവിടെ വന്നില്ല എങ്കിൽ നമുക്ക് തള്ളിക്കളയാം. അപ്പോൾ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ എങ്ങനെ, എവിടെ നിന്ന് പത്രോസിന് കിട്ടിയെന്ന് നോക്കാം. കാര്യം യേശു വ്യക്തമായി പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. അടുത്ത് 39 പറയുന്നുണ്ട്, ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കും. അപ്പോസ്തല പ്രവൃത്തി 32 നമ്മൾ 3 കാര്യം എടുത്തു. മാനസാന്തരം, പാപമോചനം, അതിന് ഒരു നാമം. ഈ 3 കാര്യവും നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:39 വാഗ്ദത്തം
നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും. അത് 4-ാമത്തെ കാര്യം. 5-ാമത്തത് എന്താ? ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിക്കാനുള്ള വാഗ്ദത്തം യഹൂദന്മാർക്കും അവരുടെ തലമുറകൾക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും. പിന്നെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ, അത് ലോകത്തിൻ്റെ അറ്റത്തുള്ള ജാതികളായവർക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പത്രോസിലൂടെ എവിടെ നിന്ന് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ഇണവചനം നമുക്ക് നോക്കാം. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ നോക്കാം. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ക്രിസ്തു ലൂക്കോസ് 24:46 പറയുകയാണ്. ശ്രദ്ധിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനം തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ എത്രയോ വചനം തള്ളിക്കളഞ്ഞിരിക്കുന്നു നോക്കുക. ലൂക്കോസ് 24:46 ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും എന്ന് നോക്കൂ. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2:38 പറഞ്ഞ പാപമോചനവും മാനസാന്തരത്തിനും ഏതോ ഒരു നാമം അവിടെ ഉപയോഗിച്ച് കർത്താവ് യേശു ക്രിസ്തു. അത് എവിടെ നിന്ന് കിട്ടി? യേശു തന്നെ പറഞ്ഞു, ക്രിസ്തു കഷ്ടം അനുഭവിച്ചു മരിച്ച് അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും അവന്റെ നാമത്തിൽ. അവന്റെ നാമം ഏത്? കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു അവന്റെ നാമത്തിൽ മാനസാന്തരവും. കണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 2:38 പറഞ്ഞ സ്നാനത്തിന് വേണ്ടി ഉപയോഗിച്ച മാനസാന്തരം എവിടെ നിന്ന്? യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. മാനസാന്തരവും അടുത്തോ പാപമോചനവും. ഉയർത്തെഴുന്നേൽക്കുന്നവന്റെ നാമത്തിലാണ് പാപമോചനവും മാനസാന്തരവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 2:38 ആ ഉയർത്തെഴുന്നേറ്റവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ആര് പറഞ്ഞതാണ്? പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകേണ്ടതിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് യേശു വായിക്കുന്ന പഴയ നിയമത്തിലൊരു വായ്മൊഴി, യേശുവിടെ പറയുന്ന ഒരു വായ്മൊഴി. അപ്പോൾ 2-ാമത്തെ വായ്മൊഴി ഇത് തന്നെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പുതിയ നിയമസഭ പറഞ്ഞപ്പോൾ 3 വായ്മൊഴി, 2-3 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:38 3 കാര്യം ലൂക്കോസ് 24:46-47 കണ്ടു. ഇനി അപ്പോസ്തലപ്രവൃത്തി 2:39 പറയുന്നത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അതായത് പരിശുദ്ധാത്മാവ് ലഭിച്ച് പാപം മോചിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അതായത് യഹൂദന്മാർക്കും അവരുടെ തലമുറകൾക്കും. പിന്നെയോ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. അപ്പൊ ഇതെല്ലാം പത്രോസ് തന്നിഷ്ഠതയോടെ പറഞ്ഞതാണോ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി ഉപദേശിച്ചാണ് നോക്കാനായിട്ട് 39 അപ്പോസ്തലപ്രവൃത്തി 2:39 അടുത്ത ഇണവചനം നോക്കുകയാണ്. അതും കിടക്കുന്നത് ലൂക്കോസ് 24:47 ഇതെവിടെ കിടക്കുന്നു? ലൂക്കോസ് 24:47 പറയുന്നു, ക്രിസ്തു കഷ്ടമനുഭവിച്ചു മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റ് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. അപ്പോൾ യേശു ക്രിസ്തു നാമം കിട്ടി. ഇനി 2-ാമത്തെ കാര്യം, ഇത് യെരുശലേമിൽ തുടങ്ങണം. അപ്പോൾ മാനസാന്തരവും പാപമോചനവും യേശുക്രിസ്തു നാമത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത് എവിടെ? യെരുശലേമിൽ തുടങ്ങണം എന്ന് സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 24:47 യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഇതുകൂടെ പറഞ്ഞ് തീർന്നിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ മത്തായി 28:19 പറഞ്ഞ ഉടനെ യേശു ഉയർത്തെഴുന്നേറ്റ് പോയില്ല. അതിൻ്റെ ബാക്കി വീണ്ടും സംസാരിച്ചു. അത് ലൂക്കോസ് സുവിശേഷത്തിലുണ്ട്, അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമെന്ന് അപ്പോസ്തലപ്രവൃത്തി 2:38 പറഞ്ഞത് എവിടെ നിന്ന് പറഞ്ഞു? ഇത് യെരുശലേമിൽ തുടങ്ങണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ലൂക്കോസിൽ. അപ്പോൾ യെരുശലേമിൽ അവിടെ കൂടിയിരുന്നെല്ലാം യഹൂദന്മാരായിരുന്നു. ആ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ തുടങ്ങുകയും പിന്നെ ജാതികളും സകല ജാതികളിലും പ്രസംഗിക്കപ്പെടണം. അതാണ് അവിടെ പറഞ്ഞത്. ദൂരസ്ഥരായ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. എത്ര ക്ലിയർ ആയിട്ട് വചനം ടാലിയായി പോകുന്നു. ഇതൊന്നും അറിയാതെയാണ് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ടത്. പത്രോസ് പറഞ്ഞതാണ്. പത്രോസല്ല നമുക്ക് വേണ്ടി മരിച്ചത്, യേശു ക്രിസ്തുവാണ് മരിച്ചതെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മാവും പ്രാപിച്ചിട്ടില്ല. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിലാണ് സ്നാനമെന്ന് പറഞ്ഞു. മരിച്ച് അടക്കി ഉയർത്തെഴുന്നേൽക്കുന്നവൻ്റെ നാമത്തിലാണ് പാപമോചനവും മാനസാന്തരവും എന്ന് പറഞ്ഞു. അതുതന്നെയാണ് സ്നാനം. കാര്യം എന്താ? മരിച്ച് അടക്കി ഉയർത്തുന്നു. ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസാക്ഷിയാണ് സ്നാനം. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സ്നാനത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതെന്നും, എന്നാൽ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കാത്ത ഒരു വ്യക്തിയും യേശുവിൻ്റെ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നവരല്ല, ക്രൂശിൻ്റെ വചനത്തിന് ശത്രുക്കളാണ്, ഇടർച്ചയുണ്ടാക്കുന്നവരും നിന്ദിക്കപ്പെട്ടവരും അറയ്ക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമാണെന്ന് മനസ്സിലാകാൻ പോകുന്നത് ഇനിയാണ്. നോക്കിക്കൊള്ളുക. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒരുവന്റെ സ്നാനം എങ്ങനെയാണ് നടക്കുന്നത്? പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവൻ പാപശരീരത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചതായി ദൈവം കണക്കിടുകയും ആ പാപശരീരത്തെ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ തന്നെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് സ്നാനം. എങ്കിലേ ജീവന്റെ പുതുക്കത്തിൽ വരുള്ളൂ. അതിൻ്റെ വചനമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. റോമർ 6:2 പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ, അതായത് ആ പാപ ജഡത്തിൽ ഇനി ജീവിക്കാൻ പറ്റില്ല.
അങ്ങനെ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം നമ്മൾ എടുത്തിരിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ, യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു, പുത്രനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടണം. അവൻ്റെ നാമമാണ്. ഈ 3 സ്ഥാനങ്ങളിലും വന്ന ഒരുവനാണ്, അവൻ്റെ നാമമാണ് കർത്താവ് യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ, ഈ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യുമ്പോൾ അവർ പറയുന്നു, നിങ്ങൾ പിതാവിനെയും തള്ളി പരിശുദ്ധാത്മാവിനെയും തള്ളി. അതെന്തുകൊണ്ടാണ്? വെളിപ്പാടില്ലാത്തതുകൊണ്ട്. അവരുടെ പുരോഹിതന്മാർക്കും വെളിപ്പാടില്ല. എന്തുകൊണ്ട്? കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിന്റെ 12-ൽ ഒരു നാമം നൽകിയപ്പോൾ 5 വാക്യം താഴെ എതിർ ക്രിസ്തുക്കൾ, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ വന്ന് പറഞ്ഞു, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. യേശു ക്രിസ്തു നാമത്തിൽ അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത് എന്ന് ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞ അതേ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഈ മഹാപുരോഹിതന്മാരെന്ന് പറയുന്ന, ശാസ്ത്രിമാരെന്ന് പറയുന്ന, പണ്ഡിതന്മാരെന്ന് പറയുന്ന ഈ ബൈബിൾ കോളേജിലെ സകല പ്രോഡക്റ്റുകളും. എന്നാലോ നോക്കൂ, റോമർ 6:4, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവരോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്നല്ല, അവനോടുകൂടെ, ഏകവചനം, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനം ചെയ്യണം. റോമർ 6 ഇണവചനമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5 ഈ വാക്യങ്ങളുടെ മറ്റൊരു ഇണവചനമാണ് റോമർക്ക് ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാം പാപസംബന്ധമായി യേശുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, ആ മരണത്തിൽ പങ്കാളികളായി തീർന്നെങ്കിൽ, ആ സ്നാനത്തിൽ അവനോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ കുഴിച്ചിടണം. അതാണ് സ്നാനം. വെള്ളത്തിനുള്ളിൽ കൊണ്ട് നടക്കം ചെയ്യുന്നതാണ് സ്നാനം. അടുത്ത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നതിനാണ് പാപമോചനത്തിന്. അതിലൂടെ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാ ലഭിക്കും. അതോ നമ്മെ ജീവന്റെ പുതുക്കത്തിൽ വഴി നടത്തും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷരിക വാക്കുകൾ ഉപയോഗിച്ച പാപമോചനയിൽ അവിടെ ഒന്നുമില്ല, ഒന്നും ദാനവും ഇല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാ ലഭിക്കാത്തതുകൊണ്ട് മുൻപ് പറഞ്ഞ ഒരു കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാത്തത്. യേശു തന്നെ കർത്താവെന്ന്, യേശു തന്നെ ക്രിസ്തു എന്നും പറയും. പക്ഷേ ഇത് 3 പറഞ്ഞു, പിന്നെ 3 ചേർന്ന് 1 പറയുന്നിടത്തോളം ഇവർ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. റോമർ 6:4, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതാ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടു. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5 ഇവിടെ മുഴുവൻ നോക്കിയിരുന്നാലും സ്നാനം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ തന്നെയാണ്. എന്തിനാണ്? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ഇനി റോമർ 6:5, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പം കർത്താവിൻ്റെ വരവിൽ പുനരുദ്ധാനത്തിൽ പോകണമെങ്കിൽ അവൻ്റെ ക്രൂശ്, മരണ, അടക്ക, പുനരുദ്ധാനം എന്ന ആ പാപമോചന ക്രിയ അവൻ ചെയ്തിരിക്കണം. അത് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ചെയ്താൽ മാത്രമേ, അതിനോട് ഏകീഭവിച്ചവരായെങ്കിൽ മാത്രമേ പുനരുദ്ധാനത്തിൽ പോവുകയുള്ളൂ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം സ്നാന സമയത്ത് അവർ വായിക്കും. പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതിനാൽ ഒന്നും ഗ്രഹിക്കാതെ അവർ വായിക്കുന്നത്. റോമർ 6:6, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് നാം അറിയുന്നു. അപ്പോൾ പാപസംബന്ധമായുള്ള പഴയ പാപ സ്വഭാവമുള്ള മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനോട് മരിച്ചു, യേശുക്രിസ്തുവിനോട് അടക്കി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എങ്കിലേ പുനരുദ്ധാനത്തിൽ പോവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതായിട്ട് അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നോക്കൂ, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടവൻ മാത്രമാണ് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിലാണോ പാപമോചനം? അല്ല, ദൈവത്തിന്റെ കൽപ്പന. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുകയും, അതായത് ദൈവം തന്നെ സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഇത് മാത്രം വെളിപ്പെട്ട് കിട്ടിയാൽ മതി. ഈ യേശു തന്നെ കർത്താവ്, അതായത് യേശു തന്നെ പിതാവ്, യേശു തന്നെ പുത്രൻ വെളിപ്പെടും. അതെന്തുകൊണ്ടാണ്? എൻ്റെ കൽപ്പന, കർത്താവ് യേശു ക്രിസ്തു നാമത്തിലെ സ്നാനം, അല്ലെങ്കിൽ മത്തായി സുവിശേഷത്തിൽ 28:19 പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പിതാവിനെ വിളിച്ച് ദൈവമായ കർത്താവേ, യഹോവയായ കർത്താവേ, പുത്രനെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു, അതാണ് ക്രിസ്തുവിൻ്റെ മുദ്ര. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിക്കുന്നു, അതാണ് ക്രിസ്തുവിൽ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഇരിക്കുന്നത്, അതാണ് മഹത്വത്തിൻ്റെ പ്രത്യേകത, ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നത്. അപ്പോൾ ആക്ഷരീകം, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ ആത്മീക നാമത്തിൽ സ്ഥാനപ്പെടുന്നു എങ്കിൽ അങ്ങനെ പാപസംബന്ധമായി മരിച്ചവൻ പിന്നെ പാപം മോചിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ പിന്നെ അവനോടുകൂടെ ജീവിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ചെയ്ത് ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയും യേശു ക്രിസ്തുവിനോട് കൂടെ അല്ല ജീവിക്കുന്നത്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല.
അപ്പം നിങ്ങളും ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രിസ്തുവിനോട് ഇടാക്കി, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് പാപസംബന്ധമായി മരിച്ചിട്ട് ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ നടക്കുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാം മരണത്തിൽ കാര്യമില്ലാത്തത്. അല്ലാതെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെട്ട എല്ലാവർക്കും രണ്ടാം മരണമുണ്ട്. യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവൻ, പരിശുദ്ധാത്മ ലഭിച്ചവൻ രണ്ടാം മരണത്തിൽ കാര്യമില്ല. ബാക്കി മുഴുവൻ പേർക്കും രണ്ടാം മരണമുണ്ട്, നരകത്തിലേക്ക് പോകും. റോമർ 6:10. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവന് ഭൂമിയിലുള്ളതല്ല വലുത്, അവന് സ്വർഗത്തിലുള്ളതാണ് വലുത്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ദിനം പ്രതി കർത്താവ് ജീവന്റെ പുതുക്കത്തിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഔവണ്ണം നിങ്ങളും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നവർ മാത്രം, സ്നാന സമയത്ത് എടുത്ത് വായിക്കുന്നവരല്ല, അങ്ങനെയുള്ളവരാണ് അധികവും. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. ആ നാമത്തിലാണ് സ്നാനപ്പെടാൻ, നാമങ്ങളിൽ അല്ല. നാമമല്ലാത്ത 3 വാക്കുകളും നാമമെന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്നവരാണ് 99% ഈ നാട്ടിൽ ക്രിസ്ത്യാനികൾ. എളിമയുള്ളവനും ദൈവത്തോട് വചനത്തോട് ദാഹമുള്ളവനും ആത്മാവിൽ ദരിദ്രനും പിടികിട്ടും കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ഇതുകൊണ്ടാണ് ഈ പുനരുദ്ധാനത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അപ്പോസ്തലപ്രവൃത്തി 2:38, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. കണ്ടോ, എത്ര കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറയുന്നത് തന്നെയാണ് നാമത്തിൽ, ആ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. മത്തായി 28:19 ശ്രദ്ധിക്കുക. അവിടെ പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ്, നാമങ്ങളിൽ എന്നല്ല, ഏതോ ഒരു നാമത്തിൽ. പിതാവിൻ്റെ നാമം നമ്മൾ റോമർക്ക് ഇത് പഠിപ്പിച്ചപ്പം പഠിച്ചു. എന്നാൽ ഒന്നുകൂടെ നോക്കാം. പിതാവിൻ്റെ നാമം, പിതാവ് എന്നത് ആക്ഷരിക വാക്കാണ്. ഈ ആക്ഷരിക വാക്കിൻ്റെ ആത്മീക നാമം ആമോസ് 3:7 പറയുന്നു, യഹോവയായ കർത്താവേ. അതായത് പുത്രൻ പിതാവ് എന്ന് ഉദ്ദേശിച്ചത് ദൈവത്തെയാണ്, യഹോവയായ ദൈവത്തെയാണ്. ആ യഹോവയായ ദൈവത്തെ ആമോസ് 3:7 വിളിക്കുന്നത് കർത്താവേ എന്നാണ്. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 4:12 യേശു പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പം പിതാവായ ദൈവത്തെ വിളിച്ചിരിക്കുന്നത് കർത്താവെന്ന്. അപ്പം പിതാവ് എന്ന ആക്ഷരിക വാക്കിൻ്റെ ആത്മീക നാമം കർത്താവ്. ആമോസ് 3:7, ലൂക്കോസ് 4:12, ധാരാളം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിതാവ് എന്ന ആക്ഷരിക വാക്കിൻ്റെ ആത്മീയ നാമം കർത്താവ്. പുത്രൻ എന്ന ആക്ഷരിക നാമത്തിൻ്റെ ആത്മീയ നാമം നോക്കാം. പുത്രൻ എന്ന് പറയുന്നത് കന്യക, മത്തായി 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം. നാമം പരിശുദ്ധാത്മാവ്. യേശു ഈ കാര്യം പറഞ്ഞ ശേഷം മാളികമുറിയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മ ശക്തി ലഭിച്ച ശേഷമേ ഇറങ്ങി പുറപ്പെടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ അതിനെ വചനപ്രകാരം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോഴും പ്രീ ഡെസ്റ്റിനേഷൻ ഉള്ളവർക്കാണെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. അവൾ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് പിടികിട്ടി. പഴയ നിയമത്തിൽ മുഴുവൻ ലോഡ് 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുത്രൻ്റെ നാമം യേശു. ലൂക്കോസ് 1:31, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. കണ്ടോ, പുത്രൻ്റെ നാമം യേശു. പരിശുദ്ധാത്മാവ് എന്ന ആക്ഷരിക വാക്കിന് ആത്മീയ നാമമുണ്ട്. യോഹന്നാൻ 17:26 പറയുന്നത്, ഞാൻ എൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. ഇനിയും വെളിപ്പെടുത്തും. അതായത് പരിശുദ്ധാത്മാവ് എന്ന ആക്ഷരിക നാമത്തിൻ്റെ ആത്മീയ നാമം നോക്കാനായിട്ട് നമ്മൾ പോയാണ്. അപ്പോസ്തലപ്രവൃത്തി 4:8 പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 4:8 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു. അതിൻ്റെ ആത്മീയ നാമം 2 കൊരിന്ത്യർ 2:17 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പറഞ്ഞു. 2 കൊരിന്ത്യർ 2:17 പറഞ്ഞു, ഞങ്ങൾ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആത്മീയ നാമം ക്രിസ്തുവിൽ സംസാരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാവിൻ്റെ നാമം ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ഇതാണ് പുതിയ നിയമസഭയിൽ സ്നാനത്തിനുള്ള കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആക്ഷരിക വാക്കുകളുടെ ആത്മീക നാമമാണ് വെളിപ്പെടുത്തിയത്. മത്തായി 28:19 യേശു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സ്നാനപ്പെടുകയില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും
പ്രമാണിപ്പാൻ, അതായത് ചെയ്യുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് വേണം സകലരെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ റിവേഴ്സിലാണ് നോക്കുന്നത്. ആദ്യം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്തു. ആ സ്നാനം ചെയ്യാനപ്പോൾ അവിടെ പാപമോചനമെന്നും മാനസാന്തരമെന്നും യേശുക്രിസ്തു നാമമെന്നും പറഞ്ഞത് എങ്ങനെയാണ് പത്രോസ് പറഞ്ഞത്? ലൂക്കോസ് 24 യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം ക്രിസ്തു മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ നാമത്തിൽ, അത് കർത്താവ് യേശുക്രിസ്തു നാമം, പാപമോചനവും മാനസാന്തരവും തുടങ്ങണം. അപ്പം ഈ പുതിയ നിയമസഭയിലെ സ്നാനത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ. 2 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അതായത് യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കണം. ഇതാണ് ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. ഇനി യേശു പറഞ്ഞിട്ട് പോയിട്ടുള്ളതല്ലേ പരിശുദ്ധാത്മാവിന് പറയാൻ പറ്റുള്ളൂ? അത് യോഹന്നാൻ 16:12 മുതൽ വായിച്ചാൽ അവിടെ യേശു പറയാണ്, എനിക്ക് വളരെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതായത് യേശു അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ഇനിയും പലതും പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതായത് ഈ പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന് ലോകം മുഴുവനും 3 എന്ന് പഠിപ്പിച്ചിരിക്കുമ്പോൾ അവർക്കാർക്കും പരിശുദ്ധാത്മ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് നമുക്ക് ഇപ്പോൾ പിടികിട്ടി. അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗീയ പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ പാപമോചനം ചെയ്തിരിക്കണം. അത് വിശ്വാസ സ്നാനമായിരിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനത്തെക്കുറിച്ച് ഇത് മാത്രം, ഇത് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങളോട് ജസ്റ്റാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മ വരുമ്പോഴോ അവൻ സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് തന്നെ സംസാരിക്കും. യോഹന്നാൻ 16:12 മുതൽ 16 വരെ. അപ്പോൾ പരിശുദ്ധാത്മ വരുമ്പോഴും അവൻ സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് തന്നെ സംസാരിക്കും. കണ്ടോ, അപ്പോസ്തലർ പ്രവൃത്തി 2:38 മാനസാന്തരത്തിനും പാപമോചനത്തിനും യേശുക്രിസ്തു നാമം എന്ന് പറഞ്ഞത് താൻ കേൾക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 24:46 മുതൽ യേശു സംസാരിച്ചിരിക്കുന്നു. യേശു വായിച്ചത് പഴയ നിയമഗ്രന്ഥം, അത് പിതാവിൻ്റെ സംസാരിച്ചത്. അപ്പോൾ പിതാവ് സംസാരിച്ചതിനെ പുത്രൻ സംസാരിച്ചു, 2ാമത്തെ വായ്മൊഴി. പുത്രൻ സംസാരിച്ചതിനെ അതേ ദൈവം തന്നെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസോട് സംസാരിച്ചിരിക്കുന്നു, 3ാമത്തെ വായ്മൊഴി. ആർക്കും തെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ സംസാരിക്കുമ്പോൾ സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്നല്ല, വരുവാനുള്ളത് നിങ്ങളെ അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് ഈ പിതാവിൻ്റെ പേര് കർത്താവ്, പുത്രൻ്റെ പേര് യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു എന്ന് അറിയിച്ചു തരും. അതുകൊണ്ട് അവൻ എനിക്കുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നാമത്തിലെ സ്നാനം ഈ ലോക ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പറയുന്നത് പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറയാനല്ല. അപ്പോസ്തലർ പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ അവർ പറയാറുണ്ട്, സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും കേട്ടിരിക്കണമെന്നാണ്. അങ്ങനെ അല്ല. അവിടെ നോക്കൂ, പൗലോസ് ആഖായിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് വരുന്ന വഴിയിൽ പഴയ ശിഷ്യന്മാരെ അത് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിയ കുറച്ചുവരെ കണ്ടു. ഞാനും പെന്തക്കോസ്ത് സഭയിൽ ഇരുന്നപ്പോഴത്തേക്ക് കർത്താവ് യേശുക്രിസ്തു നാമത്തിലല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നാണ് പറഞ്ഞാൽ സ്നാനപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അത് സ്നാനമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ബൈബിൾ പറയുന്ന സ്നാനം ഒന്ന്. ആ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യുന്നത് വരെ, അതിന് മുമ്പായിട്ട് ഏതൊക്കെ സ്നാനം ചെയ്തോ അല്ലും ഈ നാമത്തിൽ അല്ലെങ്കിൽ പാപം മോചിക്കില്ല, വിശുദ്ധനാകില്ല, യേശുക്രിസ്തുവിനോട് ചേരില്ല, യേശുക്രിസ്തുവിന് അടക്കില്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ പറ്റില്ല, യേശുക്രിസ്തുവിൻ്റെ വരവിൽ പുനരുദ്ധാനത്തിൽ എടുക്കപ്പെട്ടു പോവുകയുമില്ല. അപ്പോൾ അവിടെ പറയുന്നത് അപ്പോസ്തലർ 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ? അതായത് വിശ്വാസ സ്നാനത്തിലൂടെയാണ് എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മ ലഭിച്ചിരിക്കും. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടൻ പറയുന്നത് സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ്, പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയാത്തതുകൊണ്ടാണെന്ന്. ശുദ്ധ ഭോഷ്ക, അതെല്ലാം ബുദ്ധിയിൽ പിശാച് നിങ്ങളെ തെറ്റിക്കണം. അങ്ങനെയല്ല. അപ്പോസ്തലർ പ്രവൃത്തി 2:38 മാളിക മുറിയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തപ്പം പൗലോസ് അവിടെ ഇല്ല. ഏകദേശം 10-13 വർഷം കഴിഞ്ഞിട്ട് പൗലോസിനെ വിളിക്കുന്നത്. ആ പൗലോസിനെ അറബിലേക്ക് അയച്ച് ഇതേ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. അതാ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചപ്പം ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ പരിശുദ്ധാത്മാവിന്റെ ആത്മീയനാമം ക്രിസ്തു. ആ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇനി ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ പൗലോസ് അവിടെ എങ്ങനെ സ്നാനപ്പെടുത്തണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. കാരണം എന്താ? അവരെ സ്നാനപ്പെടുത്തിയപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞില്ല. അങ്ങനെയല്ല അവിടെ. അതിനുശേഷം അവര് എൻ്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ആ യേശു വന്നത് എന്തിനാണ്? പാപപരിഹാര മാർഗത്തിന്. നിങ്ങൾ പാപിയല്ല, നിങ്ങളുടെ പാപപരിഹാര മാർഗം ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ധാരാളം പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ച് കറക്റ്റ് വിശ്വാസത്തിൽ വന്ന ശേഷം ആണ് സ്നാനപ്പെടുത്താൻ. അപ്പോൾ അവിടെ പറയുന്നത്
ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടു. നോക്കൂ, പൗലോസ് അവിടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ എന്ന വാക്ക്, നാമമല്ലാത്ത 3 വാക്കുകളെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തിയെന്നല്ല. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അപ്പം നിങ്ങളും ദൈവവിളിയുള്ളവരാണെങ്കിൽ, ദൈവമായ കർത്താവാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയെങ്കിൽ, നമുക്ക് അനേകം പേര് പറഞ്ഞു ജോലി ഉണ്ടായിരുന്നു, ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം വിട്ടു, ഇപ്പോൾ ഞാൻ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു, ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. ശുദ്ധ ഭോഷ്ക, ദൈവം വിശ്വസ്തൻ, സകല മനുഷ്യനും ഭോഷ്ക് പറയുന്നു. ദൈവമാണ് വിളിച്ചു വരുത്തിയതെങ്കിൽ, അങ്ങനെ പറയുന്നവരുടെ സഭയിൽ ഇരിക്കുന്നെങ്കിലും ഈ സ്നാനമല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപേക്ഷിക്കുക. സമയം തീർന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെയാണ് സ്നാനപ്പെടുവാനുള്ളത്. അങ്ങനെ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ വിളിക്കുക. ആ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ പാപം മോചിക്കുകയുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് യേശു പറഞ്ഞ പോലെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവേൻ. യേശുക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെടാതെ യേശുക്രിസ്തുവിനോട് ചേരാൻ കഴിയില്ല. അങ്ങനെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. ബാക്കി ഒരു വ്യക്തികൾ എടുക്കപ്പെടുകയില്ല. ഇതിനെ തെറ്റിക്കുവാനാണ് യേശു പറഞ്ഞത്, ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെടും, ചിലർ പുറത്തു നിന്ന് അകത്തേക്ക് വരും, അവർ മുഴുവനും ഈ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. അവരോടാണ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. പിതാവ് തന്നെയാണ് ഈ പുത്രൻ ശരീരത്തിലൂടെ സംസാരിച്ചത്. ഈ ശരീരവുമായി യേശുക്രിസ്തു മുകളിലേക്ക് പോയിട്ട് പറഞ്ഞു, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും, ലോകാവസാനം നിങ്ങളോട് കൂടെ ഇരിക്കും. അതാണ് പരിശുദ്ധാത്മാവ്, മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ തെറ്റിക്കാനായിട്ട് എതിർ ക്രിസ്തു സഭയിൽ വന്ന് പറയുകയാണ്, യേശുക്രിസ്തു നാം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുതെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മുഴുവൻ സഭയിലെയും പുരോഹിത വർഗം എന്ന് പറയുന്നവർ പറയുന്നത് യേശുക്രിസ്തു നാമം സ്നാനപ്പെടരുത്. എന്താ ഉദ്ദേശം? നിങ്ങൾ മാനസാന്തരപ്പെടരുത്, നിങ്ങളുടെ പാപം മോചിക്കരുത്, നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കരുത്, നിങ്ങൾക്ക് സ്വർഗീയ പ്രവേശനം ലഭിക്കരുത്. പിശാചിന്റെ തന്ത്രം ഇത് നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 4:19 വായിച്ചു നോക്കുക. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമോ എന്ന് വിധിപ്പേൻ. നിങ്ങൾ ചോദിക്കൂ, യേശുക്രിസ്തു നാമത്തിലെ സ്നാനം വേണ്ട എന്ന് പറഞ്ഞ പുരോഹിതർ നിങ്ങൾ തിരിച്ചു ചോദിക്കൂ, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമോ എന്ന് വിധിപ്പേൻ. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുകയില്ല. നോക്കൂ, ഇത് തടസ്സപ്പെടുത്തിയപ്പോൾ അവർ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ പരിശുദ്ധ ദാസനായ നാമം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അത് ഇവർ തർക്കിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം അവർ ശക്തിയോടെ പ്രഘോഷിച്ചു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളുടെ പുരോഹിതൻ എത്ര വലിയ ഡിഗ്രി BTS എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് എതിർ ക്രിസ്തുവാണ്. യേശു തന്നെ പരിശുദ്ധാത്മാവെന്ന് പറയാത്തവർ എതിർ ക്രിസ്തുക്കൾ, യേശു തന്നെ ക്രിസ്തു. ഇത് ആത്മീയമായി പറഞ്ഞിരിക്കുന്നു. ഈ ആക്ഷരികം പറഞ്ഞെങ്കിൽ ഭൂമിയിലെ സകലവരത് വിശ്വസിക്കുമായിരുന്നു. അപ്പോഴും ഹൃദയം കൊണ്ട് വിശ്വസിക്കല്ല, പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴല്ലാതെ ഇത് ഗ്രഹിക്കില്ല. നിങ്ങൾക്ക് ഗ്രഹിച്ചുവെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നിലനിന്ന് മുദ്രയിടുന്നതിന് വേണ്ടി നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്നാനമേൽക്കുക തന്നെ വേണം. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ് സ്നാനം. ഈ വാക്കുകളിലല്ല സ്നാനം. ആ നാമമാണ് പിതാവിൻ്റെ കർത്താവ്, പുത്രൻ്റെ പേര് യേശു, പരിശുദ്ധൻ്റെ പേര് ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും മനസ്സിലായാൽ വിളിക്കുക. ഫോൺ നമ്പർ 9809150386. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്.